സത്യം ചെയ്താൽ ആ സത്യം പൂർത്തീകരിക്കപ്പെടും. ഒരു ദിവസം വീട്ടിൽ പട്ടിണിയാണ്. സയ്യിദ ആയിഷ റളിയല്ലാഹു അൻഹ ദാരിദ്ര്യത്തിൽ കഴിയുന്നു. വീട്ടിൽ ദാരിദ്ര്യമാണ്, ഒന്നും കഴിക്കാനില്ല. എവിടുന്നോ കുറച്ച് ഈത്തപ്പഴം കിട്ടി. ആ ഈത്തപ്പഴം അല്ലാഹുവിന്റെ റസൂൽ വിശന്നിരിക്കുമ്പോൾ അത് കഴിച്ചു. കഴിച്ച ശേഷമാണ് ഓർമ്മ വന്നത്. അപ്പോൾ ചോദിച്ചു, ആയിഷ, നീ എന്തെങ്കിലും കഴിച്ചിരുന്നുവോ? സല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിഷ, നീ എന്തെങ്കിലും കഴിച്ചിരുന്നുവോ? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാനൊന്നും കഴിച്ചിട്ടില്ല. അങ്ങേക്ക് കഴിക്കാൻ വേണ്ടി അത് തന്നതാണ്. ഉടൻ തന്നെ പരിശുദ്ധ റസൂൽ ദുആ ചെയ്തു, അല്ലാഹുവേ, ഈ ക്ഷമക്ക് നീ ആയിഷക്ക് നല്ല ഉത്തമമായ പ്രതിഫലം നൽകണമേ. നന്നായിട്ട് വിശന്നിരിക്കുന്ന സമയത്ത് മുമ്പിലെത്തിയ ഈത്തപ്പഴത്തിൽ നിന്ന് ഒന്നുപോലും കഴിക്കാതെ ക്ഷമാവലംബിച്ച ആയിഷക്ക് നീ പ്രതിഫലം നൽകണമേ. ആയിഷ ഉടനെ തന്നെ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചോദിച്ചു, നാളെ പരലോകത്തും അങ്ങയുടെ പത്നിയാകാൻ ദുആ ചെയ്താൽ മതി യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് വേണ്ടി ദുആ ചെയ്യുകയാണല്ലോ, ഈ ദുആ മതി. നാളെ സ്വർഗത്തിലും അങ്ങയുടെ സഹധർമ്മിണിയാകാനൊക്കുമോ? അതിനു വേണ്ടി ദുആ ചെയ്യുമോ? ഉടൻ തന്നെ ദുആ ചെയ്യാമെന്ന മറുപടി പറഞ്ഞു ഒതുക്കുകയല്ല ചെയ്തത് ആയിഷ. അതിന് നീ സാഹിദയും സാബിറയുമാകണം. സാഹിദയാകണം, നീ ലോകത്തെ ത്യജിക്കണം ആയിഷ. സാബിറയാകണം, നീ എല്ലാം ക്ഷമിക്കണം ആയിഷ. വിഷമങ്ങളിൽ ക്ഷമിക്കണം ആയിഷ. ഈ ലോകത്തെ വിഭവങ്ങളോട് നീ മത്സരിച്ച് അതിനെ നീ അകറ്റി നിർത്തണം ആയിഷ. നാളേക്ക് വേണ്ടി ഒന്നും കരുതി വെക്കരുത് ആയിഷ. എന്തുണ്ടെങ്കിലും ദാനം ചെയ്യണം ആയിഷ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നീടുള്ള ആയിഷ റളിയല്ലാഹു അൻഹയുടെ ജീവിതം പഠിക്കുക. അവസാനം വരെ, നിര്യാണം വരെ ആയിഷയുടെ ജീവിതം ദാനമാണ്. എന്ത് കിട്ടിയാലും ദാനമാണ്. നോമ്പ് തുറക്കാൻ കരുതി വെച്ചതും ദാനമാണ്. ആ ദാനത്തിന്റെ എല്ലാം പിറകിൽ ഒറ്റ ഉദ്ദേശമാണ്. അഷ്റഫുൽ മഖ്ലൂഖീന അഫ്ളലുൽ മുർസലീന ഷഫീഉൽ മുദ്നിബീന സിറാജുൽ ആശിഖീന മുറാദുൽ മുസ്താഖീന ഇമാമുൽ മുത്തഖീന ഇമാമുൽ അംബിയാഇ വൽ മുർസലീന സയ്യിദുൽ അവ്വലീന സയ്യിദുൽ ആഖിരീന നബിയ്യുൽ സഖലൈൻ സയ്യിദുൽ കൗനൈൻ റഹ്മത്തുൽ ലിൽ ആലമീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സ്വർഗത്തിലൊരു കൂട്ട്. ഒരു പാവപ്പെട്ട സ്ത്രീ വന്നിട്ട് ചോദിക്കുന്നു, എന്തെങ്കിലുമുണ്ടോ? നോമ്പ് തുറക്കാൻ വേണ്ടി കരുതി വെച്ച സാധനം എടുത്തു കൊടുക്കുന്നു ആയിഷ റളിയല്ലാഹു അൻഹ. വീട്ടിലെ ജോലിക്കാര് പറയുന്നു, നിങ്ങൾക്ക് നോമ്പ് തുറക്കാനും അത് മാത്രമേ ഉള്ളൂ, അതെടുത്തു കൊടുത്താൽ ഇന്ന് നോമ്പ് തുറക്കാൻ ഒന്നും ബാക്കിയാവുകയില്ല ഉമ്മുൽ മുഅ്മിനീൻ എന്ന് പറയുമ്പോ, നോമ്പ് തുറക്കാൻ അല്ലാഹു തരുമെന്ന് പരിശുദ്ധയായ പതിവ്രതയായ മഹദീമണി ആയിഷ, എനിക്ക് ഏതെങ്കിലും എന്റെ ഒരു പത്നിയോടൊപ്പം വിരിപ്പിൽ കിടക്കുമ്പോ വഹി വന്നിട്ടുണ്ടെങ്കിൽ അത് ആയിഷയോടൊപ്പമാണെന്ന് പരിശുദ്ധ റസൂൽ. ഈ ലോകത്തെ സകല സ്ത്രീജനങ്ങൾക്കും അഭിമാനമേ ആയിഷ, സ്ത്രീരത്നമേ ആയിഷ, ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ. ഒരു ദിവസം ആയിഷ റളിയല്ലാഹു അൻഹ പരലോക ശിക്ഷയെ ഓർത്തുകൊണ്ട് കരയുകയാണ്. കരഞ്ഞ് 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 കണ്ണുകൾ കലങ്ങിയ ആയിഷയോട് റസൂലുള്ള ചോദിച്ചു, ആയിഷ, എന്താണ് ഇത്ര സങ്കടം? ഞാൻ എന്റെ പരലോകം ഓർത്ത് കരയുകയാണ്. ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരെ ഓർക്കുമോ അല്ലാഹുവിന്റെ റസൂലേ? ആയിഷ, 3 സ്ഥലത്ത് ആരും വീട്ടുകാരെ ഓർക്കുകയില്ല. എന്റെ കാര്യമല്ല, മനുഷ്യരാരും 3 സ്ഥലത്ത് വീട്ടുകാരെ ഓർക്കൂല. ഒന്ന് ഗ്രന്ഥം കയ്യിൽ കിട്ടുമ്പോ, ഒന്ന് തുലാസിൽ കർമ്മങ്ങൾ തൂക്കുമ്പോ, മറ്റൊന്ന് സിറാത്ത് പാലം കടക്കുമ്പോ. കുപ്പായം തുന്നുന്ന പുണ്യ റസൂൽ
നൂലെടുത്തു കൊടുക്കുന്ന സയ്യിദ ആയിഷ. അതാണ് ഭൂമിയിൽ മാനവന്റെ പാദമുട്ടയിലെ ലാളിത്യത്തിന്റെ പാഠം. ലോക ചക്രവർത്തി കുപ്പായം തുന്നുമ്പോ നൂലെടുത്തു കൊടുക്കുന്ന സഹധർമ്മിണി മഹദീമണി ആയിഷ. ശബ്ദമുയർത്തിയിട്ട് ആയിഷ സംസാരിച്ചത് കേട്ടിട്ട് പിതാവായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നിട്ട് മകളെ അടിക്കാൻ കയ്യോങ്ങുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കുന്നു. പിതാവ് പോയ ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോയ ശേഷം റസൂലുള്ളാഹി ചോദിക്കുന്നു, ആയിഷ, ഞാൻ തടുത്തിട്ടില്ലായിരുന്നെങ്കിൽ നിന്റെ സ്ഥിതി എന്താകുമായിരുന്നു? എത്ര അനുഗ്രഹീതമായൊരു ദാമ്പത്യമാണ്, എത്ര പുണ്യം നിറഞ്ഞൊരു ദാമ്പത്യമാണ്.